അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബർക്കാത്തുഹു. അള്ളാഹുവിലേക്ക് മറ്റുള്ള ജനങ്ങളെ ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിമാണ് കേട്ടോ എന്നെല്ലാവരോടും വളരെ അഭിമാനത്തിൽ പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടനായ മറ്റൊരു വ്യക്തി ഇല്ലെന്നാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുസീലത്ത് ആയത്ത് 33 കൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണോ? നമുക്ക് നമ്മുടെ നേരം തന്നെ നമ്മുടെ ജോലികൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ തീർക്കാൻ സമയമില്ല അല്ലേ? നമ്മൾ അങ്ങനെയല്ല ആകേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് വിശേഷപ്പെട്ട കാര്യങ്ങൾ ചെയ്താലും, നമ്മൾ പ്രധാനമന്ത്രി ആയാലും, നമ്മൾ മറ്റ് എന്ത് വലിയ ഒരു ഉദ്യോഗം കിട്ടിയാലും, വലിയ ഉയർന്ന പദവിയിലിരുന്നാലൊന്നും അതൊന്നും വിശിഷ്ടമായതല്ല. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ വ്യക്തി നമ്മളാകണമെങ്കിൽ അള്ളാഹുവിനെ മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഈ ലോകത്തിൻ്റെ പല കോണുകളിൽ പല ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്, പരിശുദ്ധനായ അള്ളാഹു ആണ് സൃഷ്ടികർത്താവ് എന്ന് തിരിച്ചറിയാതെ. അവർക്ക് പരിശുദ്ധനായ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു സൃഷ്ടികർത്താവുണ്ട്, അതാണ് ഈ ലോകം, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടിതാവ് എന്ന് നമ്മൾ അള്ളാഹുവിനെ മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി നമ്മൾ സൃഷ്ടിതാവാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുക. അതിനോളം വിശിഷ്ടമായ ഒരു വ്യക്തി, വിശിഷ്ടമായ ഒരു പദവി ഒന്നും വേറെ ഇല്ലടോ. സൂറത്തുൽ ഫുസീലത്ത് ആയത്ത് 33 ഞാനൊന്ന് വായിച്ചു തരാം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയും ഇങ്ങനെ മറ്റുള്ളവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കുക, മനസ്സിൻ്റെ ഉള്ളിൽ പരിശുദ്ധനായ അള്ളാഹു മാത്രമേ ഉള്ളൂ എങ്കിൽ, നിങ്ങളുടെ നിസ്കാരത്തിൽ പരിശുദ്ധനായ അള്ളാഹുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളാണ് ഏറ്റവും നല്ല മനുഷ്യൻ. സ്വർഗം നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധനായ അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം മുന്നോട്ട് നീങ്ങുക. നമ്മൾ മറ്റെന്ത് കാര്യം ജീവിതത്തിൽ എവിടെയും നമ്മൾ നന്നായിട്ട് കാര്യമില്ല.